ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റായി പോയതിൻ്റെ കാരണം കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ വീഡിയോസിലൊക്കെയും ഞാൻ സംസാരിക്കുമ്പോൾ മൂക്കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറി വരുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മൂക്കടപ്പ്, ജലദോഷം തുടങ്ങിയിട്ടുള്ള കുറച്ച് അലർജി വിഷയങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ആശുപത്രി പോകേണ്ടി വന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ മൊത്തത്തിലൊന്ന് ലേറ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഒരു വലിയ നന്ദി പറയാനുള്ളത്, നമ്മുടെ അവസാനം വന്ന വീഡിയോസിനൊക്കെ കിട്ടുന്ന ഹൈപ്പ് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. 12 ലക്ഷം 14 ലക്ഷം ഹൈപ്പ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത നമ്മൾ അനുമോൾക്ക് വേണ്ടി സ്പെസിഫിക്കലി ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്ക് 14 ലക്ഷത്തിന് മുകളിൽ ഹൈപ്പ് കിട്ടുകയും നമ്മൾ ഹൈപ്ഡ് വീഡിയോസിൽ ഇന്ത്യയിൽ 18ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതൊരു വൻ നേട്ടമാണ് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ചാനലിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ആൻഡ് അനുമോൾക്ക് വേണ്ടി മാത്രമാണോ വീഡിയോ ചെയ്യുന്നത് എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് വേണ്ടി മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ ഇനി മിച്ചം നിൽക്കുന്ന ഓരോ ആൾക്കാരെക്കുറിച്ചും നമ്മൾ സ്പെഷ്യൽ വീഡിയോസ് ചെയ്യും. കാരണം അവർ ഇത്രയും നടന്നു വന്നിട്ടുള്ളൊരു ജേണി ഉണ്ട്. ആ ജേണിയിൽ നമ്മൾ പുകഴ്ത്തി പറയേണ്ടതും വിമർശിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ചേർത്തുകൊണ്ട് ഇനി അവർ ഇടയ്ക്ക് വെച്ച് എവിക്റ്റായി പോയി കഴിഞ്ഞാലും അവരെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഈ ആഴ്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അനുമോൾക്ക് നേരെ മാത്രമുള്ള ഒരു അറ്റാക്ക് അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും ആയിരുന്നില്ല. അതിൻ്റെ കൂടെ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോണ്ടൻറ്റിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വേറെ പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും വീഡിയോസ് അതുപോലെ പോസ്റ്റുകളും മീമുകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ താഴെ പോയി നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ ന്യായീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവും. നിങ്ങളിടുന്ന കമൻറ്റിൻ്റെ താഴെ ചിലപ്പോൾ വളരെ മോശം ഭാഷയിൽ അവർ റിയാക്ട് ചെയ്തു എന്ന് വരും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നന്നായി സംസാരിക്കുക, പരസ്പര ബഹുമാനത്തോടുകൂടി വിമർശനങ്ങളാണെങ്കിലും അതൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്പേസിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങനൊരു സ്പേസ് ഉണ്ടല്ലോ. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഈ ചാനലിൽ പറയുന്ന കണ്ടൻറ്റിനെ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. നമ്മളോടുള്ള സ്നേഹം നിങ്ങൾ വേറെ എവിടെയെങ്കിലും വേറൊരു സ്പേസിൽ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കത് ഇവിടെ ആവാം. അത് അവരുടെ യൂണിവേഴ്സ്, അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ അതിനെ വിട്ടേക്കുക. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് നമ്മളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് കുത്തിയിരുന്ന് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 924 കമൻസാണ് ലാസ്റ്റ് ചെയ്ത വീഡിയോസിൻ്റെ താഴെയുള്ളത്. രാവിലെ മുതൽ എൻ്റെ ടീമംഗം കുത്തിയിരുന്ന് ഓരോ കമൻറ്റും വായിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 924 കമൻറ്റ് പുറത്ത് കാണുന്നതാണ്. അതുകൂടാതെ ഹെൽഡിൽ വന്ന് കിടക്കുന്ന, നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രം പോസ്റ്റ് ആവുന്ന നിരവധി കമൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്നേഹം പ്രകടിപ്പിക്കാം. നമ്മൾ അതിനുള്ളൊരു എഫേർട്ട് ഇട്ടൊരു സ്പേസ് ആക്കി ഇത് മാറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ആശുപത്രി കേസും ഒക്കെ ആയിട്ട് ഒരു സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും ഒരു തലവേദനയുടെ ലാഞ്ചന കടന്ന് കറങ്ങുന്നത് കൊണ്ടുമാണ് കമൻസിന് ഞാൻ നേരിട്ട് റിപ്ലൈ തരാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മോശം കമൻറ്റുകൾ വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ സ്നേഹം പരക്കട്ടെ. നമുക്കിവിടെ അത് മാക്സിമം പരത്താം. വെറുപ്പ് പരത്തുന്ന ഇടങ്ങളിൽ പോയി സ്നേഹത്തിൻ്റെ വിളക്ക് കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഊതിക്കെടുത്തിയിട്ട് തല്ലി ഓടിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. സൂക്ഷിക്കുക. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 91ാമത്തെ ദിവസം ലാലേട്ടൻ കൂടി വരുന്ന സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു. ഇനി 7 days to go എന്നാണ് ബിഗ് ബോസ് ഹൗസിൽ എഴുതി വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 8 പേരെ, അതായത് സാബുമാൻ എവിക്റ്റ് ആയതിന് ശേഷമുള്ള 8 പേരെ ലാലേട്ടൻ ഒരുമിച്ച് കാണുന്ന ലാസ്റ്റ് ഡേറ്റ് ആണത്. ഇത് കഴിഞ്ഞാൽ ഇനി ലാലേട്ടൻ കാണുന്നത് ഫൈനലിലേക്കാണ്. അപ്പോഴേക്കും വേറെയും ആളുകൾ എവിക്റ്റായി പോയിട്ടുണ്ടാവും. അങ്ങനെ മത്സരം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ദിവസം എവിക്റ്റായി പോയ ആൾ അത് സാബുമാനാണ്. സാബുമാൻ കഴിഞ്ഞ ആഴ്ചകളിലേക്ക് എവിക്റ്റായി പോകാതിരുന്നതിൽ ആക്ച്വലി നമുക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മേജർ വോട്ട് ബാങ്ക് ഉള്ള ആളുകൾ എവിക്ഷൻ പ്രോസസ്സിലേക്ക് വരാതിരിക്കുന്ന സമയത്ത് അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആ സമയങ്ങളിൽ PR ഏജൻസികളെയൊക്കെ സംബന്ധിച്ച് വോട്ട് മാറ്റിക്കുത്തി ഒരാളെ നിലനിർത്തുകയും മെയിൻ ആളെ ഔട്ടാക്കിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് സാബുമാൻ നിലനിന്ന് പോയി. പക്ഷേ ഈ കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച എല്ലാവരും, നൂറെ ഒഴിച്ച് എല്ലാവരും എവിക്ഷൻ പ്രോസസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും സാബുമാൻ്റെ വോട്ടിടിവ് അതിശക്തമായിരുന്നിരിക്കും. അങ്ങനെ സാബുമാൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. സാബുമാനെ സംബന്ധിച്ച് അദ്ദേഹം ആ ബിഗ് ബോസ് ഹൗസിലെ ഒരു നല്ല ബാലൻസിങ് പോയിൻ്റ് ആയിരുന്നു. അതായത് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, വഴക്കിടുന്ന ആൾക്കാരുണ്ട്, ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിണങ്ങി മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒക്കെ ഇടയിൽ സാബു ഇതിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു സാബു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതെന്ത് തരം സ്ട്രാറ്റജിയാണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ അർത്ഥം അവിടെ ഇത്രയും പ്രശ്നക്കാരും ബഹളങ്ങളും ഒക്കെ ഉള്ളപ്പോഴും സാബുമാൻ വലിയൊരു പ്രശ്നക്കാരനായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ഒരാൾ, എല്ലാ ഗ്രൂപ്പിലും പറയാനുള്ള ആളുകളുടെ എല്ലാ പോയിന്റുകളും കേട്ട് മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് വളരെ അഗ്രസീവായി ബിഹേവ് ചെയ്യുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടിന് വീട്ടുകാരെ പറയുക, അതുപോലെ അനാവശ്യമായ അലിഗേഷൻസ് ഉന്നയിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും, ഡേർട്ടി ഗെയിംസിലൊന്നും നമ്മൾ സാബുമാനെ കണ്ടിട്ടില്ല. ഡേർട്ടി ആകുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും നമ്മൾ സാബുമാനെ അങ്ങനെ കാര്യമായി കണ്ടിരുന്നില്ല. ഫിസിക്കലി ആക്റ്റീവ് ആകേണ്ടുന്ന ഗെയിംസ് വരുമ്പോൾ സാബുമാൻ വളരെ ആക്റ്റീവായിരുന്നു.
പക്ഷേ സാബുമാൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സംഭവത്തിനെ വലിച്ചു കീറിയത് അത് ആക്ച്വലി നെവിനാണ്. അക്ബർ മുമ്പൊരിക്കൽ സാബുമാനെ കുറിച്ച് പറഞ്ഞത് സാബുമാനെ പോലെ ഒരാൾ ഈ ഹൗസിൽ വേണം എന്നുള്ളതാണ്. നമ്മളിതിനൊരു ഗെയിമായി പുറത്തുനിന്ന് വിലയിരുത്തുന്ന സമയത്ത് സാബുമാൻ അവിടെ കാര്യമായി ഗെയിമിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. സ്വാഭാവികമായും അയാൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ അതിനകത്ത് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായും അവർക്ക് അങ്ങനെ മിണ്ടാനും പറയാനും ഒക്കെ പറ്റുന്ന ഈ പറയുന്ന ടോക്സിക് ബിഹേവിയേഴ്സൊക്കെ വളരെ കുറവുള്ള ഒരാൾ അവർക്ക് അവിടെ ആവശ്യമായിരിക്കും. അതുപോലെ തന്നെ PR ഏജൻസികൾക്കും സാബുമാൻ ആവശ്യമാണ്. സാബുമാൻ്റെ ഒരു വലിയ ക്വാളിറ്റി, അയാൾ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് ഇപ്പം ലാസ്റ്റ് വീക്ക് നെവിൻ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് അതിന് മുമ്പ് വരെ അയാളുടെ ഇമോഷൻസിനെ, അയാൾക്കുണ്ടാകുന്ന ദേഷ്യത്തിനെ, മറ്റ് ഇമോഷണൽ അൺബാലൻസിങ് പരിപാടികളെ ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അയാൾ ഇത്രയും ദിവസം അവിടെ നിന്നു എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇത്രയും അധികം ആളുകളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ നടുവിൽ അങ്ങനെ ഒന്നും ട്രിഗേർഡ് ആവാതെ സാബുമാൻ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് അത് അയാളുടെ നേട്ടമാണ്, കഴിവാണ്. എന്തായാലും ആരാണ് ഈ ബിഗ് ബോസ് കപ്പ് നേടുക എന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് നമുക്ക് അകത്ത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ അക്ബറിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് സാബുമാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. സാബുമാൻ ഇറങ്ങുമ്പോൾ ഗെയിമിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയോ അവിടെ ഒരു ഇമോഷണൽ ഭയങ്കരമായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷവും അയാൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാവാൻ, അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ, അയാളുടെ ജീവിതത്തിലും കരിയറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ, അയാൾ ഒത്തിരി ആഗ്രഹിക്കുന്ന പോലെ നിറച്ച് പ്രോട്ടീൻ കഴിക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നൊരു ആശംസയാണ് അദ്ദേഹത്തിന് നേരാനുള്ളത്. കാരണം ഔട്ടാവുമെന്ന് പറയുന്ന സമയത്ത് ശരിക്കും സാബുമാന് സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടായതെന്ന് നമുക്ക് തന്നെ സംശയം തോന്നി. ഇനി വീട്ടിൽ പോയി ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കാമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നല്ല പ്രോട്ടീൻ, നല്ല ആഹാരമൊക്കെ കഴിച്ച് അയാൾ ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കട്ടെ. ബിഗ് ബോസ് ഹൗസിൽ ഈ ദിവസം സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെ നമ്മൾ ഒന്ന് മുതൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും അവസാന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഈ കഴിഞ്ഞു പോകുന്ന അത്രയും ദിവസങ്ങൾ അവർക്ക് എങ്ങനെയായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടിയാണ് വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നെവിന് ബിഗ് ബാങ് വീക്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു പണിഷ്മെന്റ് ലാലേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ബാക്കി എല്ലാവരും പണം നേടാൻ വേണ്ടിയുള്ള പല ടാസ്കുകളിൽ പങ്കെടുത്ത സമയത്ത് നെവിൻ ഒന്നിലും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അവസരം ലാലേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ പൈസ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന ടാസ്ക്കാണ് നെവിൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നെവിനെ സമ്പൂർണ്ണമായും പണിഷ് ചെയ്തതാണെങ്കിൽ ആ പണിഷ്മെൻറ്റ് തൊട്ടടുത്ത ആഴ്ച വന്ന് ലാലേട്ടൻ തിരുത്തുകയും ആ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി അയാൾക്ക് എന്ത് നഷ്ടമാണോ ഉണ്ടായത് അത് നികത്താനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതില്ലല്ലോ. ആക്ച്വലി നെവിന് കൊടുത്തത് പണിഷ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നെവിനൊരു തിരിച്ചറിവിനുള്ള മൊമെൻ്റാണ് കൊടുത്തത്. മോനെ, നിൻ്റെ സ്ട്രാറ്റജി, നിൻ്റെ ഗെയിം അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, നീ കുറച്ച് അഗ്രസീവ് ആവുന്നുണ്ട്, തിരിച്ചു വാ എന്ന് പറയുന്നൊരു കാര്യമാണ്. അയാൾ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ബിഗ് ബാങ് വീക്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പണിഷ്മെൻറ്റ് ലാലേട്ടൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ഓരോ ആൾക്കാരും കൈയടിക്കുകയായിരുന്നു, നെവിന് പണിഷ്മെൻറ്റ് കിട്ടിയല്ലോ എന്ന്. പക്ഷേ അതേ നെവിൻ പൈസ എടുക്കാൻ പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്നതും ഇതേ ആൾക്കാരാണ്. ഒരൊറ്റ ആഴ്ചയുടെ വ്യത്യാസത്തിൽ ദേഷ്യത്തോടുകൂടി തനിക്ക് പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ കൈയടിക്കുന്ന ആൾക്കാരിൽ നിന്ന് തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കൈയടിക്കുന്ന ആൾക്കാരിലേക്ക് ഇത്രയും മനുഷ്യരെ അയാൾ മാറ്റിയെടുത്തില്ലേ? അതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് ഗെയിം എന്ന് പറയുന്നത്. എന്തായാലും ടാസ്കിൽ അയാൾ പങ്കെടുക്കുന്നു. 1 മിനിറ്റ് സമയം കൊണ്ട് 1 ലക്ഷം രൂപയാണ് കാറിൽ ഒരുക്കി വെച്ചിരുന്നത്. അതിൽ 50,000 രൂപയും സ്വന്തമാക്കാൻ നെവിന് പറ്റുന്നുണ്ട്. അതിൽ കൺഗ്രാജുലേഷനൊക്കെ കൊടുത്തതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടെയുള്ള ബാക്കി ആർക്കെങ്കിലും നെവിൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. നെവിൻ പറയുന്നുണ്ട് എനിക്ക് യാതൊരു നാണമില്ല ലാലേട്ട ചോദിക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ അനീഷ് തനിക്ക് 16,000 രൂപ കിട്ടിയതിൽ 6,000 രൂപയും നെവിന് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തൊട്ട് ലാലേട്ടൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവർ ഈ എമൗണ്ടുകളൊക്കെ കൊടുക്കുന്ന കേട്ടിട്ട് ഇവരൊക്കെ തന്നെയാണോ ഇത്ര നാൾ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ഭാവം ലാലേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും പണം കണ്ട് മഞ്ഞളിക്കാത്ത ആളാണ് ഞാൻ എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുള്ള ആളാണ് അനീഷേട്ടൻ. 6,000 രൂപ നെവിന് കൊടുക്കുന്നു. മിത്രം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മിത്രത്തിനേക്കാൾ എനിക്ക് താഴെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് 14,500 രൂപ കിട്ടിയതിൽ 4,500 രൂപ ഷാനവാസ് നെവിന് കൊടുക്കുകയാണ്. തൊട്ടടുത്ത അവസരം നൂറയുടേതായിരുന്നു. 50,000 രൂപ നെവിന് കൊടുക്കാമെന്ന് നൂറ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുക കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ലാലേട്ടൻ്റെ മുഖത്തൊരു ഞെട്ടലാണ്. നമ്മൾ ആദിലയുടെ മുഖം കാണാനാണ് ആ സമയത്ത് ആഗ്രഹിച്ചത്. 50,000 രൂപയോ, അതായത് ഈ പണപ്പെട്ടി കിട്ടിയിട്ട് ഇവിടുന്ന് ചാടി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരുന്ന ആളാണല്ലോ
ആദില. അപ്പോൾ അങ്ങനെയുള്ള ആദില നൂറ കിട്ടിയത് ഈ 50,000 രൂപ എടുത്ത് നെവിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ചതിച്ചല്ലോ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും അതിനുശേഷം അനുമോളാണ്. അനുമോളുടെ കയ്യിൽ നിന്ന് നെവിൻ 10,000 രൂപയാണ് നേടിയെടുക്കുന്നത്. അക്ബർ ഓൾറെഡി സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള 15,000 രൂപയുടെ ചെക്ക് ബുക്ക് നെവിൻ അക്ബറിന് കൊടുക്കുമ്പോൾ അത് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 15,000 രൂപയും അത് കൂടാതെ എത്ര എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് ഞാൻ 40,000-ൽ കുറയാത്തൊരു എമൗണ്ട് ഇവന് കൊടുത്തേക്കാം ലാലേട്ട എന്നുള്ളതാണ്. അതിനുശേഷം സാബുമാൻ്റെ അടുത്ത് വരികയാണ്. സാബുമാൻ ആകെ 11,000 രൂപയോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സാബുമാൻ പറഞ്ഞു നീ എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ളത്. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ 14ഉം 16ഉം കിട്ടിയിരുന്ന ഷാനവാസും അനീഷും അവർക്ക് 10,000 മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ മുഴുവൻ നെവിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി സാബുമാനേക്കാൾ കുറഞ്ഞ തുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലിരിക്കുന്നത്. എമൗണ്ടിൽ ഏറ്റവും കുറവ് ആദ്യ സാബുമാനായിരുന്നെങ്കിലും ഈ സംഭാവന പരിപാടി കഴിഞ്ഞപ്പോഴേക്കും സാബുമാൻ ഈ രണ്ടുപേരെക്കാൾ മുകളിലാണ്. ആ സാബുമാന് 15,000 രൂപ കൊടുക്കാം എന്ന് നെവിൻ ഓഫർ ചെയ്യുകയാണ്. അതൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ പറയുന്നത് പ്രേക്ഷകർ കാണട്ടെ നിങ്ങളുടെ സൗഹൃദം, എന്തൊരു ഹാർമണിയാണ് നിങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ ലാലേട്ടാ, ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് എത്തി നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ഹാർമണിയുടെ ബാക്കി കാണാൻ പറ്റും എന്നാണ് പറയാൻ തോന്നിയത്. അതിനുശേഷം ഇവരിൽ ആരാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ ആരാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടായി ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ ഹാർട്ടിൻ്റെ രൂപത്തിൽ ഓരോ ആൾക്കാരുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഹാർട്ട് പോലത്തെ തലയണ കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് കൊടുക്കാം എന്നുള്ളതാണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആരൊക്കെ ആർക്കൊക്കെ കൊടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ണടച്ച് ഊഹിക്കാൻ പറ്റും. അത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ നെവിൻ അക്ബറിന് ഈ തലയണ കൊടുക്കുന്ന സമയത്ത് ലാലേട്ടൻ അവരുടെ ജയിലിൽ വെച്ചുള്ള കോൺവെർസേഷനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകർക്കും എനിക്കും ഒക്കെ വളരെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെവിൻ പറയുന്നത് ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ ഫ്രണ്ട്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തതല്ല എന്ന്. നെവിൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ സൈഡിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ സൈഡിലിരിക്കുന്ന ആദില നൂറ അനുമോളുമാരെ ബിഗ് ബോസ് കൃത്യമായി ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സംസാരത്തിൻ്റെ ഇടയിൽ അക്ബറിനെ കുറിച്ച് നെവിൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉമ്മാടെ മടിയിൽ തല വെച്ച് കിടന്ന് കരയണം, അതുപോലെ ഷെറിൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് കരയണം, ഇങ്ങനെ ഒരാളുടെ മടിയിൽ തല വെച്ച് കിടന്ന് കരയണം എന്നുള്ളതാണ് അക്ബർ പറയുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ നെവിൻ സൂചിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ എൻ്റെ മടിയിൽ നീ തല വെച്ച് കിടന്ന് കരഞ്ഞോ എന്ന് ഓഫർ ചെയ്തതും നെവിൻ പറയുന്നുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ഉള്ളിലുള്ള ആ ഒരു പെയിനും ഭാരവും എല്ലാം ഒന്ന് ഇറക്കി വെച്ച് കരയാനാണ് അക്ബർ ആഗ്രഹിക്കുന്നത്. അതിന് മാത്രം അയാൾ അവിടുന്ന് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അയാളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും മോശം കാര്യങ്ങളൊക്കെയും അയാൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ മനസാ വാചാ കർമ്മണ അറിയാത്തത് എന്ന് പറയുന്ന തെറ്റുകൾ പോലും പറന്നു വന്ന് അക്ബറിൻ്റെ തോളത്തിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അയാൾക്ക് അങ്ങനെ ഒന്ന് ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കരഞ്ഞു തീർക്കാൻ, ആ ഭാരം ഇറക്കി വെക്കാനുള്ളൊരു ഫീൽ ഉണ്ടാവും. സാബുമാൻ ഷാനവാസിനാണ് തൻ്റെ ഹൃദയം കൊടുക്കുന്നത്. അത് കഴിഞ്ഞൊരാഴ്ചത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഷാനവാസാണ് സാബുമാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നത്. ഷാനവാസ് അതിൽ നിന്ന് നല്ലൊരു കോംബോ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് കുറച്ച് വിവരക്കേടുകളൊക്കെ പറയാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അറിവില്ലായ്മയെ കോമഡിയാക്കി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു കോംബോയാണ് സാബുമാൻ എന്നുള്ളത് ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച എവിക്റ്റായി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനി അങ്ങോട്ടും ഷാനവാസ് ആ കോംബോ തുടരാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം അക്ബർ തൻ്റെ ഹാർട്ട് നെവിന് കൊടുക്കുന്നുണ്ട്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മൂവാണ്. പക്ഷേ അതിന് അക്ബർ പറയുന്ന ഒരു കാരണമുണ്ട്. തുടക്കത്തിൽ നെവിനെക്കുറിച്ച് അക്ബർ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടി അക്ബറിനെ കുറ്റപ്പെടുത്തുന്നു. നെവിനും അക്ബറിനെ കുറ്റപ്പെടുത്താനുള്ള അവസരമുണ്ട്. പക്ഷേ അക്ബർ മനസ്സ് തുറന്നൊരു സോറി പറഞ്ഞു. ആ സോറി പറഞ്ഞതിന് ശേഷം നെവിൻ എല്ലാവരോടും പറഞ്ഞു അവൻ എന്നോട് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാന്ന്. അതിനുശേഷം അനുമോൾ ലാസ്റ്റ് വീക്ക് അക്ബറിനോട് മാപ്പ് പറയാൻ പോകുന്ന സമയത്തും അനുമോളും നെവിനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ജഗട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പോലും നെവിൻ പറഞ്ഞത് മാപ്പ് പറഞ്ഞില്ല അക്ബർക്ക്, അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് ഉള്ളിത്തട്ടി ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദേഷ്യത്തിൽ നിന്ന് വിടണം, മാപ്പ് കൊടുക്കണം എന്നൊക്കെയുള്ള അവൻ്റെ ചിന്തകളോടുള്ള തൻ്റെ താല്പര്യം അക്ബർ വെളിവാക്കുന്നുണ്ട്. ഇവിടെ അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഇവർ രണ്ടുപേരും തെറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഉള്ളു തുറന്ന് മാപ്പ് പറയുന്ന ആളുകളാണ്. ഉള്ളു തുറന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം കഴിഞ്ഞു, അതവിടെ വിട്ടു, പിന്നെ അതവിടെ ഒരു പ്രശ്നമായി വരേണ്ട കാര്യമില്ല. അത് ഈ ആത്മാർത്ഥമായി ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു കാഴ്ചയാണ്. അതേസമയം നമുക്ക് മറ്റു പല ഫ്രണ്ട്ഷിപ്പുകളിലും, പ്രത്യേകിച്ച് ആദില നൂറ അനുമോളുമാരെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരിപ്പോൾ ഫ്രണ്ട്സ് ആയതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടും, അതുപോലെ ഇങ്ങനെ ഒരു കോംബോ ഇവിടെ നിലനിർത്തി പോരേണ്ട ഒരു ആവശ്യകതയും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഒരുമിച്ചിരിക്കുന്നതെന്നും അതിൽ 10 പൈസയുടെ ആത്മാർത്ഥത ഇല്ലാന്നും. അതുകൊണ്ട് തന്നെ നാളെയും അവർ തമ്മിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ പണ്ട് സോറി പറഞ്ഞതും പറയാത്തതുമായ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അലക്കി വെളുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ ലാലേട്ടൻ നെവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നെവിൻ അനുമോളോടോ മറ്റോ പറഞ്ഞിരുന്നു, പുറത്ത് ഒരുപാട് ചിരിച്ച് കളിച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉള്ളിൽ സങ്കടം വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊരു ഫൈറ്റർ ആവൂ,
ചലഞ്ചസിന് നേരിട്ട് മുന്നോട്ട് പോകുമോ, അപ്പോഴല്ലേ ഒരു രസമുള്ളൂ. ജീവിതത്തിലെല്ലാം നന്നായി വന്നാൽ അതിലൊരു രസമില്ലല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറയുമ്പോൾ നെവിൻ്റെ മറുപടി വളരെ പ്രസക്തമായിരുന്നു. ലാലേട്ടൻ, എനിക്ക് ആരുടെ സഹതാപം വേണ്ട, എൻ്റെ കഴിവുകളെ അംഗീകരിച്ചാൽ മതി എന്നുള്ളതാണ്. അത് തൻ്റെ കഴിവുകളെക്കുറിച്ച് വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ വായിന്ന് വരുന്ന വർത്തമാനമാണ്. ഇതിനോട് നമ്മൾ ചേർത്ത് വെച്ച് കാണേണ്ടത് നാഴേക്ക് 40 തൊട്ടും എനിക്ക് സഹതാപം തരണം, ഞാനൊരു പാവം പെൺകുട്ടിയാണ്, ഞാൻ റബ്ബർ പാലൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന അനുമോളെയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. സ്വന്തം ലൈഫ് സ്റ്റോറി പറയുമ്പോഴല്ലാതെ ഒരു സ്ഥലത്ത് പോലും തൻ്റെ സങ്കടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സഹതാപം നേടിയെടുത്തുകൊണ്ട് അതിലൂടെ വോട്ട് കിട്ടി ജയിച്ചു പോവുക എന്ന് പറയുന്ന ആ ഒരു ട്രാക്ക് നെവിൻ പിടിച്ചിട്ടേ ഇല്ല. ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്, ഗെയിം കളിക്കും. പിന്നെ എനിക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ട്, ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് ചിരിച്ച് കളിച്ച് തന്നെ നിൽക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കഴിവിനുള്ളത് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആ കോൺഫിഡൻസ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അനുമോള് തൻ്റെ കയ്യിൽ കിട്ടുന്ന ഹാർട്ട് 2 പേർക്കുമായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയൊക്കെ അതിനിടയിൽ ഇടുന്നുണ്ട്. ലാലേട്ടൻ ആദ്യമേ പറഞ്ഞാണ് ഒരാൾക്ക് കൊടുക്കാന്നുള്ളത്. അപ്പം ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് 2 പേർക്കും കൂടിയേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ആദിലയുടെ നൂറയുടെ നടുക്ക് കൊണ്ട് വെക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഈ പറയുന്നത്, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളോടൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്പെഷ്യൽ നാടകം അതിൻ്റെ ഇടയിൽ അരങ്ങേറേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അനുമോള് ആദിലയ്ക്കാണ് തൻ്റെ ഹാർട്ട് കൊടുക്കുന്നത്. ആദിലയും നൂറയും അവർക്ക് കിട്ടുന്ന ഹാർട്ടുകൾ കൊടുക്കുന്നത് അനുമോൾക്കാണ്. അനുമോളുടെ കണ്ണ് നിറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഷാനവാസ് അനീഷിനാണ് തൻ്റെ ഹാർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഹാർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഷാനവാസ്ക ദാറ്റ് ഓൾഡ് ഷാനവാസ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഇവൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇവനെ എൻ്റെ രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ അടവുകളൊക്കെ പുറത്തെടുത്ത് അങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ അനീഷിൻ്റെ സ്വഭാവത്തിൽ എല്ലാ മാറ്റങ്ങളുടെയും സമ്പൂർണ്ണ ക്രെഡിറ്റ് എൻ്റെയാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ആ സംസാരത്തിനിടയിൽ അനീഷിൻ്റെ കണ്ണ് നിറയുകയും അവർ തമ്മിൽ ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു, അതായത് ഈ മനസ്സ് കല്ലെന്നൊക്കെ പറയാൻ, അങ്ങനെ ജീവിതകാലം മുഴുവൻ ഒന്നും ഒരാൾക്ക് മനസ്സ് കല്ലാക്കി കൊണ്ടുനടക്കാൻ പറ്റില്ല അനീഷ്. ആ കല്ല് ഒരാൾ ഉടക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ഒരാണാവാം, ഒരു പെണ്ണാവാം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കറക്റ്റായിട്ട് നമ്മുടെ അനുമോളെ തന്നെ ഫോക്കസിൽ കാണിക്കുന്നുണ്ട്. അനുമോളുടെ മുഖത്തൊരു ഞെട്ടലുണ്ട്. പിന്നെയാണ് ഒരു ടാസ്ക് കൊടുക്കുന്നത്. അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് സഹ മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളെ ലോട്ടിട്ട് സെലക്ട് ചെയ്ത ശേഷം പല കാര്യങ്ങളിലും അവർക്കുള്ള സ്കോർ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ഗെയിമർ, ആസ് എ ഗെയിമർ അവർക്ക് എത്ര സ്കോർ കൊടുക്കും, 0 മുതൽ 100 വരെയാണ് കൊടുക്കാനുള്ള സ്കോപ്പ്. മറ്റൊന്ന് ആസ് എൻ എൻ്റർടൈനർ എത്ര സ്കോർ, സഹാനുഭൂതിയുടെ കാര്യത്തിൽ അവർക്ക് എത്ര മാർക്ക്, വിശ്വസ്തതയ്ക്ക് എത്ര മാർക്ക്, സത്യസന്ധതയ്ക്ക് എത്ര മാർക്ക്, സ്വന്തം നിലപാടിലെ സ്ഥിരതയ്ക്ക് എത്ര മാർക്ക്. ഇതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെയുള്ള സ്കോറുകളാണ് എല്ലാവർക്കും കൊടുത്തതെങ്കിലും ഒരാൾ മാത്രം അതിൻ്റെ ഇടയിൽ ഗെയിം കളിച്ചു. ആക്ച്വലി ഞാനും എൻ്റെ ടീമും തമ്മിൽ ഒരു വലിയ ചർച്ച തന്നെ അതിൻ്റെ പേരിൽ നടന്നു. ഇത് ഷാനവാസ്കയുടെ ഗെയിമാണെന്നും ഇത് ഗെയിമല്ല, പുള്ളി ആ സമയത്ത് തോന്നിയത് ആത്മാർത്ഥമായി ചെയ്തതാണ് എന്ന് പറയുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഷാനവാസ്ക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 70-30 ഗെയിമറാണ്. എന്ന് വെച്ചാൽ ഒരു 30% അങ്ങേര് പ്യുവർ ഗെയിമറാണ്, നല്ല അടിപൊളിയായിട്ട് അങ്ങേര് ഗെയിം കളിക്കും. പക്ഷേ 70%ൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ പറയുന്ന ടോക്സിക് മാസ്കുലിനിറ്റി ഉണ്ട്, മെയിൽ ഷോവനിസം ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുക, അക്ബർ 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 എന്ന് പറഞ്ഞിട്ട് ഊണിലും ഉറക്കത്തിലും അക്ബറിനെ കുറിച്ച് ചിന്തിക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കി ബാക്കിയുള്ളവരെ ആക്രമിച്ചിട്ട് ബാക്കി എല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ ആക്രമിക്കുമെന്ന് പേടിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ 70% പരിപാടികൾ കാരണം പുള്ളിയുടെ ആ 30% നല്ല ഗെയിമറെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ പുള്ളിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾ തന്നെ പറയൂ. എന്തായാലും ഷാനവാസ്ക ചെയ്തതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അനുമോൾ ആക്ച്വലി ആടി ഒലഞ്ഞു പോയി. അതിനുശേഷം അനുമോൾക്കാണ് ആ ടാസ്ക് ചെയ്യേണ്ടി വന്നത്. പക്ഷേ അനുമോൾ എവിടെ കൊണ്ട് ഒട്ടിക്കുമോ എന്നൊക്കെ പറയുന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുന്ന പോലെ അനുമോൾ ശരിക്കും ഷെയ്ക്കായിപ്പോയി. കാരണം ഷാനവാസ് അനുമോൾക്ക് ആസ് എ ഗെയിമർ കൊടുക്കുന്നത് 100 പോയിൻ്റാണ്. അവൾ നല്ല ഗെയിമറാണ്, എല്ലാം അവളുടെ സ്ട്രാറ്റജീസാണ് അവളിവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ കരച്ചിലാണെങ്കിലും ക്യൂട്ട്നെസ് ആണെങ്കിലും അവസാനം വന്ന പ്രണയാഭ്യർത്ഥന പോലും അവൾ സ്ട്രാറ്റജിയായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഷാനവാസ്ക പറയുന്നുണ്ട്. അതായത് ആസ് എ ഗെയിമർ അടിപൊളിയാണ്. അത് കേൾക്കുമ്പോൾ അനുമോൾക്ക് ഒരു സന്തോഷമുണ്ട്. അവളുടെ ക്യൂട്ട്നെസ് കരച്ചിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും അനുമോൾ നന്നാവുണ്ട് എന്നുള്ള രീതിയിലൊരു എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ പ്രണയാഭ്യർത്ഥനയെ ആസ് എ സ്ട്രാറ്റജി ഷാനവാസ്ക പറയുമ്പോൾ ആദ്യം ചാടി കയറി ഇവിടുന്ന് എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ അനുമോൾ ഇടുന്നുണ്ടെങ്കിലും അത് അനുമോൾക്ക് കൊള്ളുന്നുണ്ട്. അത് കഴിഞ്ഞ് ആസ് എൻ എൻ്റർടൈനർ ഷാനവാസ്ക അനുമോൾക്ക് കൊടുത്തത് വെറും 20 പോയിൻറ്റുകൾ മാത്രമാണ്. സഹാനുഭൂതിക്ക് 0 കൊടുത്തത്. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും
മറ്റാരോടും ഒരു സഹാനുഭൂതിയും കാണിക്കാത്ത ഒരാളാണ് അനിമോൾ എന്നുള്ളതാണ്. അനിമോൾ ഇവിടെ പോർട്രേ ചെയ്തുകൊണ്ടിരുന്ന ഇമേജ് എന്താണ്? ഞാൻ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കും, നല്ല ടേസ്റ്റിൽ ഒത്തിരി ആഹാരം ഉണ്ടാക്കി എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒന്നും അതില്ല കേട്ടോ, ഡയലോഗിൽ മാത്രമേ ഉള്ളൂ. അതിനെ ഷാനവാസ്ക ലാലേട്ടൻ കൂടിയുള്ള എപ്പിസോഡിൽ പരമാവധി പ്രേക്ഷകർ കാണുമെന്ന് ഉറപ്പുള്ള സ്പേസിൽ അടിച്ചിരുത്തി കൊടുത്തു. അത് കലക്കിയിട്ട. മറ്റൊന്ന് വിശ്വസ്തതയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സ്നേഹവും വിശ്വാസവും ഒക്കെ ഞാൻ അങ്ങോട്ട് കാണിച്ചതുപോലും എനിക്ക് തിരിച്ചു തന്നിട്ടില്ലാത്ത ആളാണ് അനിമോൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തയുടെ കാര്യത്തിലും ഏറ്റവും താഴെയാണ് അനിമോളെ പ്ലേസ് ചെയ്യുന്നത്. സത്യസന്ധതയിലേക്ക് വന്നപ്പോൾ അക്ബർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് ആ ബോർഡിൽ വെക്കേണ്ട താഴത്തേക്ക് ഇട്ടേക്ക്. കാരണം 0-ലും താഴെയാണ് അനിമോളുടെ സത്യസന്ധത എന്നുള്ളതാണ്. എന്തായാലും ഷാനവാസ്ക കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് എല്ലാം അവളുടെ ഗെയിമാണ്. അതായത് ഈ വിശ്വാസ്യതയും സത്യസന്ധതയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവൾ കാണിക്കുന്നത് അതുപോലും അവൾ ഗെയിമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഗെയിമർ എന്നുള്ള നിലയ്ക്ക് 100 പോയിന്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ഷാനവാസ്ക അത് കൺക്ലൂഡ് ചെയ്യുന്നു. നിലപാടിൽ ഒട്ടും സ്ഥിരതയില്ല എന്നുകൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അനിമോളുടെ ഗെയിമിനെ അടപടലം ഷാനവാസ്ക തൂത്തുവാരി ഒരു വേസ്റ്റ് വാരിയിൽ കോരിയെടുത്ത് ഡംപ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ളവരും വന്ന് ഇതുപോലെ ഓരോ സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നത് സ്റ്റാർ ഓഫ് ദ ഷോ, ഇപ്പോൾ കൂടെ ഇരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളതിന് സ്റ്റാർ ഓഫ് ദ ഷോ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആളാരാണ് എന്ന് ചോദിക്കുമ്പോൾ സാബുമാനോടാണ് ചോദിക്കുന്നത് ആദ്യം. അപ്പോൾ സാബുമാൻ പറയുന്നത് എനിക്കൊട്ടും യോജിപ്പില്ല. അതായത് സാബുമാൻ്റെ ഗെയിമിനെ മാക്സിമം എക്സ്പോസ് ചെയ്ത് അയാളെ ട്രിഗർ ചെയ്ത് അയാളെ ശരിക്കും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം വലിച്ച് പുറത്തിടാൻ ഭാഗത്തിന് നല്ലോണം ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് നെവിൻ. പക്ഷേ ആ എതിർപ്പുകളൊക്കെ നിൽക്കുമ്പോഴും അവിടെയാണ് സാബുമാൻ്റെയും ഒരു ക്വാളിറ്റി വരുന്നത്. ഇത്രയൊക്കെ എതിർപ്പുകൾ എൻ്റെ ഗെയിമിനെ അടക്കം അയാൾ വലിച്ച് പുറത്തിടുമ്പോൾ പോലും ആസ് എ സ്റ്റാർ ഓഫ് ദ ഷോ അത് നെവിൻ തന്നെയാണ് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. പിന്നീട് അനീഷ് അത് ഷാനവാസാണ് എന്നാണ് പറയുന്നത്. ഒരു സൂപ്പർ ഹീറോ ആണ്, മാത്രമല്ല ഇടയ്ക്ക് കരയാറുണ്ട്, ഒരു ഗ്രൂപ്പിനെയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന അവിടെ ഒരു വലിയേട്ടനായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ആക്ച്വലി അനീഷ് ഷാനവാസ്കെ പുകഴ്ത്തിയതാണോ അതോ ഗ്രൂപ്പുകളെയാണ് എന്ന് പറഞ്ഞ് ഇകഴ്ത്തിയതാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. അക്ബർ ഒനീലാണ് ഏറ്റവും മികച്ച സ്റ്റാർ ഓഫ് ദ ഷോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്ന് പറയുന്നുണ്ട്. നൂറ അഭിലാഷാണെന്ന് പറയുന്നു. നെവിൻ ഒനീലിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അനു ആര്യനാണ് സ്റ്റാർ ഓഫ് ദ ഷോ, അവനൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അവൻ നല്ല ഗെയിമറാണ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും ആ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്? അനിമോൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കാതെ പോയി എന്നുള്ളതാണോ അതോ അനിമോൾ കണ്ടെത്തിയ പുതപ്പിനടിയിലെ ആര്യൻ എന്ന് പറയുന്നതാണോ? എന്താണ് അവിടുത്തെ അനിമോളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അനിമോൾ ഒന്നിനും വ്യക്തത കൊടുക്കില്ല. അതായത് ഇന്ന കാര്യം എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ കാര്യത്തിനെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊന്നുമില്ല. നീയൊക്കെ എന്തിനാ എൻ്റെ പുറകെ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ആരോപണം മാത്രമേ അനിമോൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നോ സ്പെസിഫിക്കായി അത് ഇന്ന കാര്യം കൊണ്ടാണെന്നോ അനിമോൾ എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. ആര്യന് ഒരു നെഗറ്റീവ് ഉണ്ട്, അതെന്താണ്? അത് പ്രേക്ഷകർ ഊഹിച്ചെടുക്കണം. അല്ലെങ്കിൽ PR ഏജൻസിക്ക് എന്ത് വേണമെങ്കിലും കയ്യിൽ നിന്ന് എടുത്തിടാൻ പറ്റും. അതിനുശേഷം ഷാനവാസ് അനീഷാണ് സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നു. ആദിലെയും അനീഷിനെ തന്നെയാണ് സ്റ്റാർ ഓഫ് ദ ഷോ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എവിക്ഷൻ്റെ പരിപാടികളൊക്കെ നടന്നു. ലാലേട്ടൻ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ പോയതിന് ശേഷം അക്ബറും ഷാനവാസും ഒക്കെ ഹഗ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഹഗ് ഉണ്ടായിരുന്നു. ആ ഹഗ്ഗിലൊക്കെ എനിക്കൊരു ആത്മാർത്ഥത ഫീൽ ചെയ്തു. പക്ഷേ അതിന് ശേഷമുള്ള കോൺവെർസേഷനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നൂറയും ആദിലയും അനിമോളും കൂടി ഇരിക്കുകയാണ്. നൂറയുടെ പ്രശ്നം, ഞാൻ ഇത്രയൊക്കെ ചത്ത് കളിച്ചിട്ടും ഈ ഒരു വീക്കിലെ ഇമ്മ്യൂണിറ്റി മാത്രമാണോ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂടെ കിട്ടിയത്? ഞാൻ ഇത്രയൊക്കെ മെനക്കെട്ടതല്ലേ, എനിക്ക് ഈ ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ പുറത്തു പോകുമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതായത് നൂറ വിചാരിക്കുന്നത് ഈ ആഴ്ച എവിക്ഷനിൽ വന്നിരുന്നെങ്കിലും നൂറ ഔട്ടാവുമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വീക്കിലെ ഇമ്മ്യൂണിറ്റി മാത്രമായിട്ടാണ് ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്കിനെ അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എന്ത് ഗുണമാണുള്ളത് എന്ന് പറയുന്ന അമർഷമാണ് അവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മോള് ഇത് നേടിയത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുള്ള എഫേർട്ടും നാട്ടുകാർ കണ്ടിട്ടുണ്ട്, അതിനും കൂടിയുള്ള ഒരു സ്നേഹം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ അനിമോളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അതായത് നൂറയും ആദിലയും ഇരുന്ന് സംസാരിക്കുന്നു, അനിമോൾ അവിടെ ഇരിക്കുന്നു. നൂറയും ആദിലയും അനിമോളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അനിമോൾ തിരിഞ്ഞിരുന്നിട്ട് എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി അനിമോൾ അവിടെ ഒന്നും അല്ല ഉള്ളത്. ഷാനവാസ് ടാസ്കിനിടയിൽ തന്നെ തൂക്കിയതും ഇതെല്ലാം ചേർത്തുകൊണ്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മാനസികാവസ്ഥയിലാണ് അനിമോൾ അവിടെ ഇരിക്കുന്നത്. നൂറ ടിക്കറ്റ് ഫിനാലെ കിട്ടാതിരിക്കുക പോവേ എന്താ ചായിക്കോട്ടെ, അത് അനിമോളുടെ വിഷയമല്ല. മറിച്ച് അനിമോളുടെ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇതേ ആദിലെ നൂറമാർക്കൊപ്പം ഇരിക്കുമ്പോൾ അനിമോൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെയും അനീഷേട്ടൻ്റെയും കാര്യം പുറത്തേക്ക് പോകുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ടെൻഷൻ. അതെന്തിനാണ് അനിമോൾ ഇത്ര ടെൻഷനാവുന്നത്? അതിൽ അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ അനീഷേട്ടൻ വന്ന് നമുക്ക് ഒന്നിച്ച് വിവാഹം കഴിച്ചാലോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അനീഷേട്ട അത് നടക്കില്ല, നമുക്കത്
അത് ഇവിടം വെച്ച് നിർത്താം, നമുക്കിപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അത് അങ്ങനെ പോയാൽ പോരെ എന്ന് ചോദിച്ച് അവസാനിപ്പിച്ചാൽ മതി. അനുമോളാണ് ഓടി നടന്ന് ആദിലയോടും നൂറയോടും ഷാനവാസിനോടും ഒക്കെ പറഞ്ഞ് ഇല്ലാത്ത ക്യൂട്ട്നെസ് വാരി വെതറി നാട്ടുകാരെ മുഴുവൻ ഈ കാര്യം അറിയിച്ചത്. അതിനെക്കുറിച്ച് പിന്നീട് ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഊഞ്ഞാലിനടുത്തിരുന്നിട്ടുള്ള അവരുടെ ചർച്ചയാണ്. അനീഷ് അയാളുടെ ഇഷ്ടം അനുമോളോട് തുറന്നു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അതിലിപ്പോൾ എന്താ കുഴപ്പം, ശരിയാണ്, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ അനുമോള് ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിലേക്ക് വരെ നീട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് പുകച്ച് നിർത്തി എന്ന് പറയുന്ന ഒരു അനുമാനത്തിലേക്ക് ഷാനവാസ്ക്ക് എത്തുന്നുണ്ട്. അവൾ ഇത് ചർച്ചയാവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഷാനവാസ്ക പറയുന്നത്. അതായത് ഷാനവാസ്കയ്ക്ക് മനസ്സിലായി അനുമോളാണ് ഇത് നാട്ടുകാർ മുഴുവൻ മനസ്സിലാകത്തക്ക രീതിയിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിലേക്ക് വരത്തക്ക രീതിയിൽ ഇത് ഓവർ ആക്ട് ചെയ്ത് ചളമാക്കിയിട്ടുള്ളത്. അതേ അനുമോളാണ് ആദിലയും നൂറയും കൂടി ഇരിക്കുമ്പോൾ എന്തോ വലിയ സങ്കടം പോലെ പറയുന്നത് എൻ്റെ അനീഷേട്ടൻ്റെയും കാര്യമൊക്കെ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന്. അപ്പോഴേ ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്, നീ അത് വിട്, അത് കഴിഞ്ഞു, മൂപ്പരും അത് വിട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ അനു നൂറയോട് പറയുന്നത്, നീ എന്നാലും പുള്ളീനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. എന്തിന്, പുള്ളിക്ക് മാസം കഴിഞ്ഞ് നിൽക്കുകയാണോ? ആദില പറയുന്നുണ്ട്, നീ ഇത് ഓവർ തിങ്ക് ചെയ്ത് ചളമാക്കണ്ട. നൂറയും പറയുന്നുണ്ട്, അത് വിട്ടുകള. പക്ഷേ അനുമോൾ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. ഇനി അത് പറഞ്ഞ് 2 കരച്ചിൽ 3-4 മൂക്കി ചീറ്റൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അത് വിട അനുമോളേന്ന് ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അതിനുശേഷം അനുമോൾ നെവിൻ ഒരു സാരി ഉടുപ്പിച്ചു കൊടുക്കുകയും ആ സാരി ഉടുത്ത് നെവിൻ അക്ബറെ പോയി കളിയാക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചിട്ട് ഈ എപ്പിസോഡ് തീരുകയാണ്. നമ്മളും ഈ എപ്പിസോഡോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി അടുത്ത ദിവസം, അതായത് എന്താണ് തിങ്കളാഴ്ച ദിവസം സംഭവിക്കാൻ പോകുന്നതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ പലരായിട്ട് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരും. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ഈ ആളുകളെല്ലാവരും എവിക്റ്റായി പുറത്തിറങ്ങിയ സമയം മുതൽ അവർ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സൈബർ ബുള്ളിങ് ഉണ്ട്. അതിപ്പോൾ ബിഗ് ബോസിനകത്ത് വെച്ച് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല പെരുമാറ്റങ്ങളുടെ ഭാഗമായി അവരെക്കുറിച്ചൊരു ഇമേജ് പുറത്ത് ബിൽഡായിട്ടുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളുടെ PR വെറുതെ വിടാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്തിട്ടും നീ ഞങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു, പുറത്തിറങ്ങിയപ്പോൾ നിൻ്റെ PR ഞങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു, ഇനി നീ അങ്ങനെ സൂഹിക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ അനുമോളോട് ചിലപ്പോൾ ഒരു അകൽച്ച കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില ആളുകളെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബ്രില്യൻ്റ് ഗെയിമും കളിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഇനി തിരിച്ചു കയറാൻ അവസരം കിട്ടുമ്പോൾ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിം കളിച്ചേക്കാം. അപ്പോൾ വീണ്ടും അനുമോളെ തോളത്ത് കെട്ടി സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകളും ഒരു ഡിസ്റ്റൻസ് ഇടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത് ആക്ച്വലി ഒരു ഒറ്റപ്പെടുത്തലൊന്നുമല്ല, അനുമോളെ ഒറ്റപ്പെടുത്തിയേക്കുക എന്നുള്ളതല്ല. പക്ഷേ പുറത്തിറങ്ങി ഈ PR-ൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയതൊക്കെ മനസ്സിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായി ഒരു അകൽച്ച കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അവർക്ക് മറക്കാനും പൊറുക്കാനും പറ്റട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ഇടുന്നത് കാണുമ്പോൾ നമ്മുടെ PR-കാരെല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്ന, ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ആ പിഞ്ചു മനസ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ആൾക്കാരും പുറത്തുനിന്ന് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടിയ കൗതുകത്തോടു കൂടി ഓടി ചെല്ലുകയാണ് ആ കുട്ടി. എന്നിട്ടാണ് അവർ ആ കുട്ടിയോട് അങ്ങനെ കാണിച്ചത്. എൻ്റെ അനുമോളെ, നീ പുറത്തിറങ്ങി കഴിഞ്ഞാലെങ്കിലും മനസ്സിലാക്കണം, ഇവരൊന്നും നല്ല മനുഷ്യരല്ല കേട്ടോ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് പോകുന്നത്. ആ ഒറ്റപ്പെടുത്തലിൽ അവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നൊരു കാര്യം, ഇപ്പോൾ ആര്യനെ കുറിച്ച് അനുമോള് പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു എപ്പിസോഡിൽ ആര്യനെ കുറിച്ച് അനുമോള് പറയുന്നത് ആര്യനായിരുന്നു സ്റ്റാർ ഓഫ് ദ ഷോ എന്നുള്ളതാണ്. അവനൊരു കുഴപ്പമുണ്ടെങ്കിലും അവൻ നല്ല ഗെയിമറായിരുന്നു എന്നുള്ളത്. പക്ഷേ ആര്യൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അനുമോളെക്കുറിച്ച്, അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ച്, അതിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ PR പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുമോളെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടന്ന ആര്യനെക്കുറിച്ച് പോലും സ്റ്റാർ ഓഫ് ദ ഷോ ആവാൻ അർഹതയുള്ളവനാണ് എന്തു പറഞ്ഞ ആളാണ് ഞങ്ങളുടെ അനുമോള്. ആര്യന് അനുമോള് കൊടുത്ത സപ്പോർട്ടൊക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ളതാണ്. ജിസയിലുമായി ചേർന്നുണ്ടായ വിഷയങ്ങൾ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആര്യനെ എയറിൽ നിർത്തത്തക്ക രീതിയിൽ, ആര്യം മാത്രമല്ല ആര്യനും ആര്യൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ അനുഭവിക്കാൻ പാകത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് അനുമോൾ വളരെ കെയർഫുള്ളി ആര്യനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ PR ടീം സോറി പറഞ്ഞാൽ എല്ലാം മറക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു പല കണ്ടസ്റ്റൻസും ആ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ പല ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അനുമോളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് PR-ൻ്റെ ഒരുപാട് നാടകീയമായ കമൻറ്റുകളും വീഡിയോസും പരിപാടികളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ പിഞ്ച് പൈതലിനെ എത്ര പേർ ചേർന്നാണ് ഇനി ഒറ്റയ്ക്കാക്കാൻ പോകുന്നതെന്നുള്ള കണ്ണടിച്ചു പോകുന്ന, അല്ലല്ല കണ്ണ് നിറഞ്ഞു പോകുന്ന ആ കഥ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇനി പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലുമൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ഒരു ഗെയിമിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.